പക്ഷെ BJP ഇപ്പോ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയാണ്. വലിയ വോട്ടിംഗ് വിഹിതവും വോട്ടിംഗ് ഷെയറും ഒക്കെ കൂടുകയാണ് BJPക്ക്. ഒരു MP കേരളത്തിൽ നിന്നുണ്ടായി. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനം രാജീവ് ചന്ദ്രശേഖർ നേടി. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നത് മുതൽ വലിയ മാറ്റങ്ങളൊക്കെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ വെട്ടിത്തിരുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കടക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്ര സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്? അല്ല, ഇതൊരു പ്രവചനമായിട്ടാണ് വരിക. അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രവചനത്തിനുള്ള കാലാവസ്ഥ രൂപപ്പെട്ടു വന്നിട്ടില്ല. ഇല്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ള വിലയിരുത്തലുകൾ നടത്താൻ പറ്റും. ഇപ്പോൾ നടത്തുന്ന ഊഹാപോഹങ്ങളെന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. അത് വെറും സ്പെക്കുലേഷൻസ് മാത്രമായിട്ട് നമ്മൾക്ക് കണക്കാക്കേണ്ടതാണ്. ഇപ്പം ഞാനത് നടത്തിയാലും അതിനപ്പുറത്തേക്ക് അതിനൊരു സാധ്യത കാണുന്നില്ല. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ എല്ലായ്പ്പോഴും ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് അനാലിസിസിൽ ഏർപ്പെടാറുള്ളതാണ്. ആ അനാലിസിസ് അങ്ങനെ കാര്യമായി തെറ്റാറുമില്ല. പക്ഷേ അത് നമ്മൾ അത്രമാത്രം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ മൂഡ് ഓഫ് ദി നേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ടുഡേ നടത്തുന്ന അനാലിസിസുണ്ട്. ഈ മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേഷൻ്റെ മാത്രമല്ല, മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ മൂഡ് എന്താണ് ആ ഇലക്ഷൻ നടക്കുന്നതിന് കുറച്ച് മുമ്പ് എന്ന് നോക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ഒരു ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ. എങ്കിൽ അത് വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ. അല്ലാത്ത സാഹചര്യങ്ങളിലും ഇത് നടത്താറുണ്ട്. അത് പക്ഷേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും എന്ന് പറയുന്ന ഒരു പ്രവചനത്തിന് അടിത്തറയാകില്ല. പക്ഷേ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും രൂപപ്പെട്ട് വരുന്ന സമയത്ത് അവർക്ക് എന്താ പോകുന്ന സാധ്യതകളെക്കുറിച്ചൊക്കെ വിലയിരുത്താൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് 2026 BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അവരുടെ തന്നെ കണക്കൂട്ടലനുസരിച്ചിട്ട് ഒരു 10 സീറ്റ് അല്ലെങ്കിൽ 15 സീറ്റ്, 10നും 15നിടക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് അവർക്ക് മാറിത്തീരാനായിട്ട് കഴിയും എന്നുള്ളത്. കാരണം കുറേ കാലമായിട്ട് തന്നെ BJP അവരുടെ ബേസ് വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബേസ് വോട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു 10,000, ഒരു നിയമമണ്ഡലത്തിൽ ഒരു 10,000നും 15,000ത്തിനും ഇടയ്ക്ക് ബേസ് വോട്ടുകളെ ഇപ്പോഴും BJPക്ക് ഉള്ളൂ. പക്ഷേ മൂഡ് മാറുന്നതിനനുസരിച്ച് അത് 30,000 ഒക്കെ വരാം. പല ഘട്ടങ്ങളിലും അങ്ങനെ അത്രയും 30,000 വോട്ട് നേടുന്ന ഒരു സ്ഥിതിയിലേക്ക് BJP ഒരു നിയോജകമണ്ഡലത്തിലെത്തിയാൽ ആ നിയമമണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ശക്തിയായിട്ട് BJP മാറിക്കഴിഞ്ഞിരിക്കും. അതിൽ അന്നേരത്തുള്ളവരുടെ ഇടപെടലും അവരുടെ പുഷും അതുപോലെ പുള്ളും രണ്ടും നമുക്ക് എടുക്കേണ്ടി വരും. അവരെ ചിലപ്പോൾ തോൽപ്പിക്കും, ചിലപ്പോൾ ജയിപ്പിക്കും. കാരണം അതിന് പല റീസൺസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ 30,000 എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു റേഞ്ചാണ്. ആ റേഞ്ചിലുണ്ട് പല സ്ഥലത്തും BJP ഇപ്പോൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു 10, 15, 20 മണ്ഡലങ്ങളിലൊക്കെ ആ റേഞ്ചിലേക്ക് BJPക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ അത് കുറേയൊക്കെ മൂഡിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂഡായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്തുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിനെ വെച്ചിട്ട് നമ്മളൊരു അനാലിസിസ് നടത്തിയാൽ അതങ്ങനെ ശരിയാവണമെന്നില്ല. പക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം കുറേ മാറിയിട്ടുണ്ട്. ഇടത് വലത് എന്നതിനപ്പുറം മറ്റൊരു പാർട്ടി കൂടി ഇവിടെ ഉണ്ട് സജീവമായി എന്ന് ജനങ്ങൾ ഇപ്പോൾ കാലക്രമേണ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വഖഫിൻ്റെ വിഷയമാണെങ്കിലും ഇപ്പോൾ ആശാ വർക്കർമാരുടെ വിഷയമാണെങ്കിലും സർക്കാരുകൾ ഇടപെടാതെ ഇരിക്കുന്ന വിഷയങ്ങളിലേക്ക് കയറിച്ചെന്ന് അവിടെ ഒരു ഇടപെടൽ ഓളം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. അതിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി കൂടാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിനിമ വരുമ്പോൾ തന്നെ BJPക്കെതിരായുള്ള എന്തെങ്കിലും അതിലുണ്ട് എങ്കിൽ അത് വലിയ ചർച്ചയാവുകയാണ്. ദേശീയ മാധ്യമങ്ങൾ അടക്കം അത് ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ ഒരു മൂന്നാം ശക്തിയെ ഒന്ന് പരീക്ഷിക്കാം എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ തെറ്റു പറയാൻ കഴിയുമോ? അല്ല, മൂന്നാം മുന്നണി എന്ന നിലക്ക് BJP അതിൻ്റെ സാന്നിധ്യം തെളിയിച്ചിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഇലക്ട്രോളൽ പൊളിറ്റിക്സ് പരിശോധിക്കുന്ന സമയത്ത് ഇനിയും കേരളത്തിൽ BJP ഒരു മൂന്നാം ശക്തിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതായിട്ടില്ല ശരിക്കും. പക്ഷേ BJPക്ക് എന്തുകൊണ്ട് ഏത് സംസ്ഥാനത്തും
ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് നിന്നുകൂടാ എന്ന ചോദ്യമുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയ BJP കുറേ വർഷമായി കേന്ദ്രം ഭരിക്കുന്നു അല്ലേ, 3-ാം ഊഴത്തിലാണിപ്പോൾ. ഉം. അത്രയും വർഷം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഉം. ഏത് സംസ്ഥാനത്തും വേരുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഉം. അങ്ങനെ എല്ലാ സംസ്ഥാനത്തും വേരുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉം. വേരുകളുള്ള ഒരു പാർട്ടി എന്ന് അവകാശപ്പെടുന്നത്? അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 3 ടേമിൽ ഏകകക്ഷി ഭരണമായിരുന്നു ഇന്ത്യയിൽ. ശരി, ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ എല്ലാ ആളുകളും കോൺഗ്രസ്സുകാരായി മാറിയത്. ശരി, അതുപോലെ BJP കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ടേമായി വരികയാണ്. 3 ടേം പൂർത്തീകരിക്കാൻ പോകും. 3-ാമത്തെ ടേം ആരംഭിച്ചു. നമ്മൾ ഈ ഇലക്ഷൻ പ്രൊസീജിയറൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ ഒരു എന്താണ് പകുതിയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലം സ്ഥിരമായി കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സാന്നിധ്യമായി മാറാൻ കഴിയില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മാറും. ആ മാറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ നമ്മൾ ബൈപ്പോളാർ പൊളിറ്റിക്സാണ് കേരളത്തിൽ എന്നതാണ് ഈ ഇടത് വലത് രാഷ്ട്രീയം. ഇടതോ വലതോ എന്നൊന്നുമില്ല. ഇപ്പോൾ ഇടതെന്നും വലതെന്നൊക്കെ പറയുന്നതിൻ്റെ സ്വഭാവങ്ങൾ ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. BJPയും അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 കക്ഷികളും ഏതാണ്ട് ഒരേപോലെ നിൽക്കുന്ന രാഷ്ട്രീയ സ്വഭാവം ബഹുഭൂരിപക്ഷം കാര്യങ്ങളിലും ഏതാണ്ട് ഒരേപോലത്തെ സമീപനമൊക്കെ കണ്ടിട്ട് ആളുകൾക്ക് ഇതിനകത്ത് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള സംശയം വരാവുന്ന ഒരു അന്തരീക്ഷം പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇടത് ഇന്നതാണ്, വലത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. പല കാര്യങ്ങളിലും എല്ലാവരും എടുക്കുന്നതായിട്ടുള്ള സ്വഭാവം തന്നെ. എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒറ്റ മുദ്രാവാക്യം വികസനമാണ്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വികസനത്തിന് അവരുടെ അജണ്ട മുന്നോട്ട് വെക്കുമ്പോൾ ഏറ്റവും മികച്ച തോതിൽ വികസനം നടത്താൻ കഴിയുന്ന ആരെന്നുള്ള ചോദ്യം വരും. ആ ചോദ്യം വരുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വികസന എഞ്ചിൻ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ പല മേഖലയിലും ഇടപെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ BJPക്ക് അതിന് സാധ്യത കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ CPM പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ്സിൽ CPM അവതരിപ്പിച്ച അവരുടെ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് അവർ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്, CPMൽ നിന്ന് ഒരുപാട് പേര് BJPയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ വളരെ കൂടുതൽ പേര് CPMൽ നിന്ന് BJPയിലേക്ക് അതിൻ്റെ വോട്ട് ഷെയർ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് പ്രവർത്തകരോ നേതാക്കളൊക്കെ ഒഴുകിപ്പോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല. പക്ഷേ വോട്ട് ഷെയറിൽ നല്ല മാറ്റം BJPയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ CPM തന്നെ നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ത്രികോണ മത്സരത്തിൻ്റെ സമ്പൂർണ്ണ സാധ്യത ഉണ്ടാവുകയും അതിൽ ഒരാൾക്ക് ജയിക്കാനായിട്ടുള്ള സാധ്യത ആരുടേതെന്ന് ചോദിക്കുന്ന സമയത്ത് പലയിടങ്ങളിലും അത് BJP എന്ന് ആളുകൾ പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ ഷെനാരിയോ മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.